ഖൈബർ യുദ്ധത്തിലെ നായകന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അള്ളാഹുവിന്റെ സിംഹം ഹസദുള്ള എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ആരുടെ ധീരതയ്ക്ക് മുന്നിലാണോ അറബികളിലെ ഏറ്റവും വലിയ യോദ്ധാക്കൾ പോലും വിറച്ചുപോയത്, ആരുടെ കൈകളിലൂടെയാണോ ഖൈബറിലെ അഹങ്കാര കോട്ടകൾ തകർന്നു വീണത്, ആ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ. ഖൈബറിന്റെ ചരിത്രം പറയുമ്പോൾ അതൊരു യുദ്ധത്തിന്റെ കഥയല്ല, അതൊരു പ്രവചനത്തിന്റെ കഥ കൂടിയാണ്. ഒരു അത്ഭുതത്തിന്റെ കഥയാണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുകയും അള്ളാഹുവും അവന്റെ റസൂലും തിരിച്ചു സ്നേഹിക്കുകയും ചെയ്ത ഒരു മനുഷ്യന്റെ ഈമാനിന്റെ കരുത്തിന്റെ കഥയാണ്. നമുക്ക് ആ രോമാഞ്ചം കൊള്ളിക്കുന്ന ചരിത്ര നിമിഷങ്ങളിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. ഖൈബർ യുദ്ധത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്തായിരുന്നു ഖൈബർ, ആരായിരുന്നു അവിടുത്തെ ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മദീനയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ മരുപ്പച്ചയായിരുന്നു ഖൈബർ. അവിടെ താമസിച്ചിരുന്നത് ജൂത ഗോത്രങ്ങളായിരുന്നു. അവർ സാധാരണക്കാരല്ലായിരുന്നു, വലിയ സമ്പന്നരായിരുന്നു. അക്കാലത്തെ ഏറ്റവും മികച്ച ആയുധങ്ങൾ കൈവശം വെച്ചവരായിരുന്നു. അതിലുപരി ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന് അവർ വിശ്വസിച്ചിരുന്ന ഭീമാകാരമായ കോട്ടകൾക്കുള്ളിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ച നാൾ മുതൽ ഈ ഖൈബറിലെ ജൂതന്മാർ മുസ്ലിങ്ങളുടെ പ്രധാന ശത്രുക്കളായിരുന്നു. അവർ എപ്പോഴും മുസ്ലിങ്ങൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തി. മക്കയിലെ ഖുറൈശികളെയും മറ്റു അറബി ഗോത്രങ്ങളെയും മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് അവരായിരുന്നു. ചരിത്രത്തിലെ പ്രസിദ്ധമായ ഖന്തക് യുദ്ധത്തിനു പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രം ഖൈബറിലെ ജൂതന്മാരായിരുന്നു. മദീനയെ എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞ് ഇസ്ലാമിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ. ഹിജ്റ 7-ാം വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഖുറൈശികളുമായി ചരിത്രപ്രസിദ്ധമായ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെച്ചു. അതോടുകൂടി മക്കയിൽ നിന്നുള്ള ശല്യം താൽക്കാലികമായി അവസാനിച്ചു. ഇനി മുസ്ലിം സമൂഹത്തിന് ഏറ്റവും വലിയ ഭീഷണി ഖൈബറിൽ നിന്നായിരുന്നു. അവരുടെ ഗൂഢാലോചനകൾക്കും ചതികൾക്കും ഒരു അന്ത്യം കുറിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഏകദേശം 1600ഓളം വരുന്ന ഒരു സൈന്യം ഖൈബറിലേക്ക് പുറപ്പെടുന്നത്. അവരുടെ യാത്ര രഹസ്യമായിരുന്നു. ഖൈബറിലെ കോട്ടകൾക്കുള്ളിൽ സുരക്ഷിതരായി കഴിയുന്ന ജൂതന്മാർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മുസ്ലിങ്ങൾ അവരെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുമെന്ന്. ഖൈബർ എന്നത് ഒരൊറ്റ കോട്ടയായിരുന്നില്ല, അതൊരു കോട്ടകളുടെ ശൃംഖലയായിരുന്നു. നായിം, കമൂസ്, സാബ്, വത്തീഹ്, സുലാലിം എന്നിങ്ങനെ പല പേരുകളുള്ള കുന്നുകൾക്ക് മുകളിൽ പണിതുയർത്തിയ ഭീമാകാരമായ കോട്ടകൾ. ഓരോ കോട്ടയും കീഴടക്കുക എന്നത് അസാധ്യമെന്ന് തോന്നുന്ന ഒരു ദൗത്യമായിരുന്നു. മുസ്ലിം സൈന്യം ഖൈബറിലെത്തി. ഓരോ ദിവസവും ഓരോ കോട്ടകളായി അവർ ഉപരോധിക്കാൻ തുടങ്ങി. ചെറിയ കോട്ടകൾ ഒന്നൊന്നായി മുസ്ലിങ്ങൾക്ക് മുന്നിൽ വീണു. പക്ഷേ യുദ്ധം കഠിനമായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മുസ്ലിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെട്ടു തുടങ്ങി. ഖൈബറിലെ ഏറ്റവും വലിയതും ശക്തവുമായ കോട്ടയായ ഖമൂസ് ഒരു ചോദ്യചിഹ്നമായി മുസ്ലിങ്ങൾക്ക് മുന്നിൽ നിന്നു. ആ കോട്ടയ്ക്ക് കാവൽ നിന്നിരുന്നത് അറബികൾക്കിടയിലെ ഏറ്റവും വലിയ പോരാളികളിൽ ഒരാളായ മർഹബായിരുന്നു. 1000 യോദ്ധാക്കളുടെ കരുത്തുണ്ടെന്ന് അഹങ്കരിച്ചിരുന്ന ഒരു ഭീമാകാരനായ മനുഷ്യൻ. എല്ലാ ദിവസവും രാവിലെ അയാൾ കോട്ടയ്ക്ക് പുറത്തു വന്ന് മുസ്ലിങ്ങളെ യുദ്ധത്തിന് വെല്ലുവിളിക്കും. അവന്റെ ഗർജനം കേട്ട് പലരും ഭയന്നു. ദിവസങ്ങളോളം ഉപരോധനം തുടർന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട സഹാബാക്കളെ പതാക ഏൽപ്പിച്ച് കോട്ട കീഴടക്കാൻ അയച്ചു. ആദ്യ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോയി. അവർ ധീരമായി പോരാടി, പക്ഷെ കോട്ട കീഴടക്കാൻ സാധിക്കാതെ മടങ്ങി. അടുത്ത ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം പോയി. അവരും ശക്തമായി യുദ്ധം ചെയ്തു, പക്ഷെ വിജയം അവരെയും തുണച്ചില്ല. മുസ്ലിം സൈന്യത്തിൽ ഒരുതരം നിരാശ പടരാൻ തുടങ്ങി. ഈ കോട്ട തകർക്കാൻ കഴിയില്ലേ? മർഹബിനെ പരാജയപ്പെടുത്താൻ ആരുമില്ലേ? സഹാബാക്കളുടെ എല്ലാം മുഖത്ത് ക്ഷീണവും ആശങ്കയും നിഴലിച്ചു. ആ ഒരു രാത്രിയിലാണ് ചരിത്രത്തെ മാറ്റിമറിച്ച ആ പ്രഖ്യാപനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിൽ നിന്ന് വരുന്നത്.
ക്ഷീണിതരായ തന്റെ അനുയായികളെ ഒരുമിച്ചു കൂട്ടി അവരുടെ എല്ലാം ഹൃദയത്തിൽ പ്രതീക്ഷയുടെയും ആവേശത്തിന്റെയും ഒരു പുതിയ തിരുനാളം കൊളുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, നാളെ രാവിലെ ഞാൻ ഈ പതാക ഒരു വ്യക്തിയുടെ കയ്യിൽ നൽകും. അദ്ദേഹം അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു. അള്ളാഹുവും അവന്റെ റസൂലും അദ്ദേഹത്തെയും സ്നേഹിക്കുന്നു. അദ്ദേഹത്തിന്റെ കൈകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഖൈബർ നമുക്ക് വിജയിപ്പിച്ചു തരും. സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രഖ്യാപനമായിരുന്നു അത്! അതുവരെ നിരാശയിലായിരുന്ന മുസ്ലിം സൈന്യം ആവേശത്താൽ തക്ബീർ ചൊല്ലി. ആ രാത്രി ഒരു സഹാബിക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. എല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു ആ ഭാഗ്യം തനിക്ക് ലഭിക്കണേ എന്ന്. അത് യുദ്ധം ചെയ്യാനുള്ള ആവേശം കൊണ്ടായിരുന്നില്ല, മറിച്ച് അള്ളാഹുവും റസൂലും സ്നേഹിക്കുന്ന വ്യക്തി എന്ന ആ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് പറയുമായിരുന്നു, എന്റെ ജീവിതത്തിൽ ഞാനൊരു നേതൃസ്ഥാനം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു രാത്രി മാത്രമായിരുന്നു. പിറ്റേന്ന് രാവിലെ സുബ്ഹ് നിസ്കാരത്തിനു ശേഷം എല്ലാവരും പ്രവാചകന്റെ ചുറ്റും ആകാംക്ഷയോടെ ഒത്തുകൂടി. ഓരോരുത്തരും വിചാരിക്കുന്നത് തനിക്കായിരിക്കും ആ പതാക ലഭിക്കുക എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റും ഒന്ന് നോക്കി, എന്നിട്ട് ചോദിച്ചു, ഐന അലി ഇബ്നു അബി ത്വാലിബ്? എവിടെ അലി ഇബ്നു അബി ത്വാലിബ്? എല്ലാവരും പരസ്പരം നോക്കി. സ്വഹാബാക്കൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അലിക്ക് കണ്ണിന് കലശമായ അസുഖമാണ്. അദ്ദേഹത്തിന് ഒന്നും കാണാൻ പോലും വയ്യ. അദ്ദേഹം ടെന്റിൽ വിശ്രമത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ എന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. രണ്ടുപേരുടെ സഹായത്തോടെ കണ്ണുകൾ പോലും ശരിക്ക് തുറക്കാൻ കഴിയാതെ അലി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അടുത്തു നിർത്തി. എന്നിട്ട് തന്റെ അനുഗ്രഹീതമായ ഉമിനീരെടുത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണുകളിലും പുരട്ടി. എന്നിട്ട് പ്രാർത്ഥിച്ചു. അലി റളിയല്ലാഹു അൻഹു പിന്നീട് പറയുമായിരുന്നു, അള്ളാഹു ആണ് സത്യം. പ്രവാചകൻ എന്റെ കണ്ണുകളിൽ ഉമിനീർ പുരട്ടിയ ആ നിമിഷം എന്റെ കണ്ണുകളിലെ വേദന പൂർണ്ണമായി മാറി. അതിനു മുമ്പ് എന്റെ കണ്ണിന് ഒരു അസുഖവും ഉണ്ടായിട്ടില്ലാത്ത പോലെയാണ്. അത്രയും വ്യക്തമായി എനിക്ക് കാഴ്ച ലഭിച്ചു. ഇതായിരുന്നു മോജിസത്ത്, പ്രവാചകത്വത്തിന്റെ അടയാളം. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പതാക അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അലി, ശാന്തമായി അവരുടെ അടുത്തേക്ക് പോവുക, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. ഒരാൾ താങ്കൾ മുഖേന ഹിദായത്തിലാകുന്നത് ചുവന്ന ഒട്ടകങ്ങൾ അക്കാലത്തെ ഏറ്റവും വലിയ സമ്പത്ത് ലഭിക്കുന്നതിനേക്കാൾ താങ്കൾക്ക് ഉത്തമമാണ്. പ്രവാചകന്റെ പതാകയും നെഞ്ചിലേറ്റി അള്ളാഹുവിന്റെ സിംഹം ഖമൂസ് കോട്ടയിലേക്ക് നേരെ നടന്നു. അദ്ദേഹത്തിന്റെ നടത്തത്തിൽ ഒരു പ്രത്യേക ഗാംഭീര്യമുണ്ടായിരുന്നു. കോട്ടയുടെ വാതിൽക്കൽ എത്തി അദ്ദേഹം യുദ്ധത്തിന് തയ്യാറായി നിന്നു. അപ്പോൾ കോട്ടയുടെ വലിയ വാതിൽ തുറന്ന് ആ ഭീമാകാരനായ മർഹബ് പുറത്തേക്ക് വന്നു. സ്വർണം പൂശിയ പടച്ചട്ട അണിഞ്ഞ് തലയിൽ ഒരു കിരീടവും വെച്ച് 2 വാളുകളുമായി അവൻ അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞു, ഖൈബറിനറിയാം ഞാൻ മർഹബാണെന്ന്. ആയുധങ്ങൾ ധരിച്ച അനുഭവസമ്പന്നനായ ഒരു യോദ്ധാവ്. അവന്റെ വെല്ലുവിളിക്ക് മറുപടിയായി അലി റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ഉമ്മ എനിക്ക് ഹൈദർ സിംഹം എന്ന് പേരിട്ടവനാണ് ഞാനെന്ന് ഖൈബറിനറിയാം. 2 യോദ്ധാക്കളും നേർക്കുനേർ നിന്ന് ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ദ്വന്ദ്വയുദ്ധത്തിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. മർഹബ് തന്റെ സർവ്വശക്തിയുമെടുത്ത് അലി റളിയല്ലാഹു അൻഹുവിന് നേരെ വാളു വീശി. അലി റളിയല്ലാഹു അൻഹു തന്റെ പരിച കൊണ്ട് അത് തടുത്തു. തുടർന്ന് അള്ളാഹുവിന്റെ സിംഹം തന്റെ പ്രസിദ്ധമായ ദുൽഫിക്കർ വാളെടുത്ത് ആഞ്ഞു വീശി. അള്ളാഹുവെ, എന്തൊരു വെട്ടായിരുന്നു അത്! ആ ഒറ്റ വെട്ടിന് മർഹബിന്റെ തലയിൽ ഇരുമ്പിന്റെ കിരീടവും പടത്തൊപ്പിയും അവന്റെ തലയും 2ആയി പിളർന്നുപോയി. അവന്റെ ശരീരം ഒരു ശബ്ദത്തോടെ നിലം പതിച്ചു. ഖൈബറിലെ ഏറ്റവും വലിയ യോദ്ധാവ്, അവർക്ക് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചിരുന്ന മർഹബ് കൺമുന്നിൽ കൊല്ലപ്പെട്ടത് കണ്ട് ജൂത സൈന്യം ഭയന്നു വിറച്ചു. അവർ കോട്ടയുടെ ഉള്ളിലേക്ക് ഓടി വാതിലടച്ചു. മർഹബിന്റെ മരണത്തോടെ യുദ്ധം കൂടുതൽ ശക്തമായി. ഈ പോരാട്ടത്തിനിടയിൽ ഒരു ജൂതൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടായിരുന്ന പരിച തട്ടിപ്പറിച്ചു. നിരായുധനായ അദ്ദേഹത്തിനു നേരെ അവർ അമ്പുകൾ വർഷിക്കാൻ തുടങ്ങി. അപ്പോൾ നടന്ന സംഭവം ചരിത്രകാരന്മാർ അത്ഭുതത്തോടെയാണ് രേഖപ്പെടുത്തുന്നത്. പരിച നഷ്ടപ്പെട്ട അലി റളിയല്ലാഹു അൻഹു
കോട്ടയുടെ ഭീമാകാരമായ വാതിലിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ഏകദേശം 8 പേർ ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന ആ ഭീമൻ വാതിൽ അദ്ദേഹം ഒറ്റക്കിളക്കിയെടുത്ത് തന്റെ പരിചയായി ഉപയോഗിച്ചു. സുബ്ഹാനല്ലാഹ്, അത് കേവലം ഒരു മനുഷ്യന്റെ ശാരീരിക ശക്തിയായിരുന്നില്ല. അത് അള്ളാഹു നൽകിയ ഈമാനിന്റെ ദൈവികമായ സഹായത്തിന്റെ കരുത്തായിരുന്നു. ആ വാതിൽ പരിചയാക്കി പിടിച്ച് അദ്ദേഹം യുദ്ധം തുടർന്നു. അവസാനം ഹൈബറിലെ ഏറ്റവും ശക്തമായ ആ കോട്ട മുസ്ലിങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങി. ഹൈബർ പൂർണ്ണമായും മുസ്ലിങ്ങളുടെ നിയന്ത്രണത്തിലായി. യുദ്ധം കഴിഞ്ഞ ശേഷം അലി റളിയല്ലാഹു അൻഹു ആ വാതിൽ നിലത്തിട്ടു. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനടക്കം 7 പേർ ശ്രമിച്ചിട്ട് പോലും ആ വാതിൽ ഒരിഞ്ച് നീക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഹൈബർ യുദ്ധം നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസം. മുസ്ലിങ്ങൾ നിരാശരായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിജയത്തിന്റെ വാഗ്ദാനം നൽകി. അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്ന് ഹൈബർ നമ്മളെ പഠിപ്പിക്കുന്നു. 2, പ്രവാചക സ്നേഹത്തിന്റെ മഹത്വം. അള്ളാഹുവും റസൂലും സ്നേഹിക്കുന്ന വ്യക്തി എന്ന പദവി ലഭിക്കാൻ സ്വഹാബാക്കൾ കാണിച്ച ആഗ്രഹം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലുത് ആ സ്നേഹം നേടുക എന്നായിരിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3, ഈ യുദ്ധം ഇസ്ലാമിൽ അലി റളിയല്ലാഹു അൻഹുവിനുള്ള മഹത്തായ സ്ഥാനം എടുത്തു കാണിക്കുന്നു. പ്രവാചകന്റെ കുടുംബത്തോടുള്ള സ്നേഹം നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. 4, വിശ്വാസത്തിന്റെ കരുത്ത്. ശാരീരികമായ വേദനയോ കാഴ്ചക്കുറവോ ഒന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നതിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞില്ല. നമ്മുടെ ഈമാൻ ശക്തമാണെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാം. ഹൈബർ കേവലം ഒരു കോട്ടയുടെ വിജയമായിരുന്നില്ല, അത് ഗൂഢാലോചനകൾക്ക് മേൽ സത്യസന്ധത നേടിയ വിജയമായിരുന്നു. അഹങ്കാരത്തിന്റെ മേൽ വിനയം നേടിയ വിജയമായിരുന്നു. അവിശ്വാസത്തിനുമേൽ അടിയുറച്ച ഈമാൻ നേടിയ വിജയമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അലി റളിയല്ലാഹു അൻഹുവിനും യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ സ്വഹാബികൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ എല്ലാം ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ റബ്ബ് നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ഈ വിവരണം നിങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം നിറച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്.